ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്നുണ്ടല്ലോ UK നാട്ടിൽ വന്നിട്ട് വീട്ടിലാർക്കും അറിയത്തില്ല വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആശയുടെ അമ്മയുടെ അടുത്ത് പോവാണ് കേട്ടോ. അമ്മയുടെ അപ്പച്ചായുടെ അടുത്ത് പോവാണ്. അപ്പം അവർക്കറിയില്ല ഞങ്ങളിന്ന് വന്നിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് അവരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പത്തേക്ക് മനസ്സിലായില്ലേ, നോക്കുവാണ് ആരാന്ന്. ഞാനും നോക്കി ഇറങ്ങി വരും കേട്ടോ. ചേട്ടാ, ഈ ബേബി ജോസഫിന്റെ വീടാണോ? ബേബി മനസ്സിലായില്ല വെച്ചാ എനിക്ക് ഹലോ ചേച്ചി, നീ 3-ാം തീയതി തിങ്കളാഴ്ച എത്തുന്ന പറഞ്ഞു. ഇപ്പൊ അപ്പൊ ഞാൻ ഏറ്റു വന്നതേ ഉള്ളൂ. ആണോ? ഇപ്പൊ നടക്കാൻ പോകും. 6:30 ഞങ്ങൾ ഇന്നലെ രാത്രി വന്നു. വിളിച്ചു പറഞ്ഞ സർപ്രൈസ് തരാൻ പറ്റുമോ? ഫോട്ടോ അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നു. ഇവിടെ എങ്ങനെയാണെന്ന് അറിയണം. മുംബൈയില് രാവിലെ എയർപോർട്ടിലെത്തി. 8:30 ഞങ്ങള് എയർപോർട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലെത്തിയപ്പോ 4:30 എനിക്ക് വീട്ടിലെത്തിയപ്പോ 4:00 5 മണിയായി. ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങള് എയർപോർട്ടിൽ ഞങ്ങള് ഇറങ്ങിയപ്പോ മുമ്പാലേ എയർപോർട്ട് ചെക്കൗട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞു മുമ്പാലേ. പിന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി അമ്മ ഇത് ഭയങ്കര ഞാൻ ഇങ്ങോട്ട് രാത്രി വരാൻ. എനിക്കാണ് കണ്ണൊക്കെ ഇങ്ങനെ ഉപ്പന്റെ കണ്ണുപോലെ ഉറങ്ങാൻ. എനിക്ക് നൈറ്റും കൂടി ആയിരുന്നു. ആണ് ഞാൻ പിന്നെ വന്നില്ല ഇന്നലെ. ഓഹോ, നമ്മളിപ്പോ സുഖമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കേട്ടോ, അമ്മയുടെ മോളെ കേൾക്കാൻ കേട്ടോ. എന്നെ കൂടെ പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞ നമുക്ക് രാത്രിയാലും കുഴപ്പമില്ല, നമുക്ക് പോയേക്കാം. അതെന്നാ ഉണ്ടാക്കി വെക്കണം, ഉണ്ടാക്കി വെക്കാനും. അത് പോലെ ഞാൻ അത്രയും ദൂരെ വന്നിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കാനത് അല്ലേ? അല്ല പിന്നെ ഇത് ഭയങ്കര മോശമായിരിക്കും. ഒന്നുമില്ല ഇപ്പൊ വന്നു. എന്റെ പൊന്നു ദൈവമേ, ഞങ്ങള് വരാൻ വേണ്ടിയിരിക്കുന്നു അരി മേടിക്കാൻ വേണ്ടി. നിങ്ങളെന്താ കഴിക്കുന്ന മൊത്തം? പാല് വന്നു. അവിക്കറിയായിരുന്നു. അവരുടെ നേരത്തെ പറഞ്ഞു. പണ്ടേ അറിയാം. നിങ്ങള് ബോംബെയിൽ അടുപ്പേ അറിയാം. ഞങ്ങള് 31-ാം തീയതി വരുള്ളൂ.
അമ്മ പഞ്ചസാര കഴിക്കണം പണ്ടേ കഴിക്കണം അമ്മ പഞ്ചസാര കഴിക്കണം സോനയാട്ടാ പറഞ്ഞത് ഞങ്ങളോട് അമ്മയോട് പറയണ്ടെന്ന്. ഇങ്ങനെ നോക്കുവാണ്. ഇതേപോലെ അമ്മക്ക് മനസ്സിലാക്കിയാൽ ഞാനിപ്പോ ചുരിദാറും കൂടിയാ അരികിലമ്മ എടുത്തിരുന്നത് ഇട്ട വേഷത്തിലല്ലേ അവിടുന്ന് വന്ന വേഷത്തിൽ ജീൻസും പാൻറ്റൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത്. അമ്മയ്ക്ക് എന്നിട്ട് മനസ്സിലായില്ല. അപ്പൊ ശരിയോ പറഞ്ഞു ചേർത്തിയെന്നോ എന്തോ വിളിച്ചോണ്ട് ചെന്നു. എന്നിട്ട് അമ്മ നോക്കിയാൽ തന്നെ കുറെ നേരം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അമ്മയുടെ ബുദ്ധി ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവൻ തന്നെയാണ്. അപ്പൊ പുറകെ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്. പിന്നെ എന്നിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ചായ ആകുമ്പോ അമ്മ എന്നോട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൊച്ചേ നീ ഇങ്ങോട്ട് വന്നു. ഇതൊരു നോർമലായിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ള എടുത്തോളൂ. എന്നാ അല്ല ആരുടെ മണ്ടത്തര ഞങ്ങളോട് പറയാത്തതിന്റെ അമ്മ എന്നിട്ട് ഇന്നലെ ചേമ്പൂരിക്കാൻ പോവാ രാത്രിയാകുമ്പോ അമ്മക്കെന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് എന്നെ ചെയ്യേണ്ടത് അമ്മ വെകിളി വിളിക്കുക. പിന്നെ മക്കൾ മക്കൾക്കൊന്നും തരാതെ അത് ഞാൻ നല്ല കോഴിയും മേടിച്ച് കറിയാക്കി ഓമനയപ്പം ആക്കാൻ വേണ്ടി ഞങ്ങൾ കോഴി കഴിക്കല. ഞാനൊന്ന് നേരം കഴിഞ്ഞിട്ട് ആശ പറയാൻ വീട്ടിൽ പോയിട്ട് കാലിന്റെ കാര്യം കയറ്റി ഇരിക്കുന്ന കേട്ടോ. എന്താ സുഖം കഴിക്കാം. നീ മാറി നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മര്യാദക്ക് ഇവിടെ പാട്ട് കണ്ടോണ്ടിരുന്നേ.